ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മുട്ടയപ്പം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ട, ഇനി കുറച്ച് ഉപ്പ്. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയൽ നെയ്യപ്പം എന്നാണ്. പക്ഷേ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഉണ്ണിയപ്പത്തിനല്ലേ പറയാറ്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണിയപ്പത്തിന് കാര്യപ്പം എന്നാണ് പറയാറ്. അതുകൊണ്ട് നമുക്കിന്ന് മുട്ട കൂട്ടി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇത് വെറുതെയും കഴിക്കാം, നമുക്ക് ചിക്കൻ കറിയോ എന്തെങ്കിലും കറി കൂട്ടിയിട്ടും വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു മിക്സി എടുക്കാം നമുക്ക്. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച പച്ചരി, അത് ഞാൻ ഈ 1 ഗ്ലാസ്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ 1 ഗ്ലാസ് പച്ചരി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി അരിച്ച് വെച്ചതാണ്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് ചോറ്, നമ്മൾ ഉച്ചക്കത്തെ ബാക്കിയൊക്കെ ഉണ്ടാവില്ല ചോറ്, അതൊരു ഗ്ലാസ് എടുക്കുക. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി അതേ ഗ്ലാസ്സിൽ നമ്മൾ അരിയും ചോറൊക്കെ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി അരച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ഈ സമയത്ത് തന്നെ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ പോകുന്നത്. ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. കുറച്ച് തിക്കിലാണ് മാവേ, നമ്മൾ ദോശ മാവ് പോലെയല്ല, കുറച്ച് നല്ല തിക്ക് വേണം. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി ഇപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഒരു പാത്രം അടുപ്പത്ത് വെക്കും. ഒരു ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഞാനിവിടെ സൺഫ്ലവറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. പാത്രം നന്നായി ചൂടായി. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായി ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായോ നോക്കാം നമുക്ക്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ടേക്ക് അരച്ച് വെച്ച ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ നാട്ടിലെ നെയ്യപ്പം. ഇതെൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളിപ്പോൾ ഇവിടെ ഇല്ല, അവിടെ റഷ്യയിലുള്ളത്. മോളെ ഫേവറേറ്റാണ്. മോൾക്ക് ഇതുണ്ടായാൽ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഫുഡൊന്നും വേണ്ട. അതിങ്ങനെ പൊങ്ങി വരും. പെട്ടെന്നാവും ഇത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എളുപ്പമല്ലേ? പച്ചരിയും മുട്ട, ചോറ്, ഉപ്പ്, ഇത്രയേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുട്ട കൂട്ടാതെ നമുക്ക് ഇതുണ്ടാക്കാം. മുട്ട കൂട്ടാതെ ഉണ്ടാക്കിയാലും നമുക്ക് കറിയും കൂട്ടി കഴിക്കാൻ പറ്റും. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് ആയി, നമുക്ക് വാങ്ങിക്കാം. ഇനി ഇതിങ്ങനെയുള്ളൊരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നാലും അതിൻ്റെ എണ്ണയൊക്കെ
പോവും. ഇനി അടുത്തത് ഒഴിച്ചു കൊടുക്കാം. പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത്, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി വേണമെന്നൊന്നുമില്ല, പക്ഷെ ചിക്കൻ കറീൻ്റെ കൂടെ കഴിക്കുന്നതിന് സൂപ്പറാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെയൊക്കെ ഏകദേശം ആവാനായേ. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. വാങ്ങിക്കുക. നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. കണ്ട പൊങ്ങി വന്നിട്ട് ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമ്മൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുട്ടയപ്പം എന്നും പറയും, നമ്മൾ പറയുന്നത് നെയ്യപ്പം എന്നാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിന് പറയാൻ കാര്യപ്പം. പെട്ടെന്നാവും. ഇതൊക്കെ വെന്തു വേഗം വാങ്ങിക്കാം. ഇത്രയും സമയം വെക്കണ്ടോ ആയി ഉണ്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കൂട്ടെടുത്ത് വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണിത്. നമുക്ക് അരച്ച് അവിടെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. എന്നാൽ പിന്നെ മുഴുവൻ ഞാൻ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല ടേസ്റ്റായത്. ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. വെറുതെ വൈകുന്നേരമൊക്കെ വിശക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ നല്ല റെസിപ്പിയായത്. നല്ലൊരപ്പാണ് കേട്ടോ.